ചെട്ടിയാർമാർ എന്ന് കേട്ടിട്ടില്ലേ? പല സിനിമകളിലും ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാകാറുണ്ട്. ദക്ഷിണേന്ത്യയുടെയും തെക്ക് കിഴക്കൻ ഏഷ്യയുടെയും സാമ്പത്തിക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു ജനസമൂഹമാണ് ചെട്ടിയാർമാർ. ഈ സമൂഹം തമിഴ്നാട്ടിലെ ശിവഗംഗ, പുതുക്കോട്ടൈ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചെട്ടിനാട് എന്ന ഭൂപ്രദേശത്ത് നിന്നുള്ളവരാണ്. അവരുടെ ബിസിനസ് സ്കിൽസ്, സാമ്പത്തിക അച്ചടക്കം, അതുല്യമായ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് എന്നിവയിലൂടെ പ്രശസ്തരാണ്. സമ്പന്നനായ വ്യാപാരി എന്ന അർത്ഥം വരുന്ന ശ്രേഷ്ഠി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ചെട്ടിയാർ എന്ന വാക്ക് ഉണ്ടായത്. കാലങ്ങളോളം നാടോടി വ്യാപാരികളായിരുന്ന ഈ സമൂഹം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പണമിടപാട്, ബാങ്കിംഗ്, വായ്പ നൽകൽ എന്നീ മേഖലകളിൽ വിദഗ്ധരായി മാറിയിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ചെട്ടിയാർമാർ തങ്ങളുടെ വാണിജ്യ വ്യാപാര ശൃംഖലകൾക്കപ്പുറം ഒരു അനൗദ്യോഗിക ബാങ്കിംഗ് സംവിധാനമായി പരിണമിച്ചു. ബർമ, ഇന്നത്തെ മ്യാൻമാർ, മലേഷ്യ, ശ്രീലങ്ക, സിംഗപ്പൂർ, വിയറ്റ്നാം തുടങ്ങിയ ബ്രിട്ടീഷ് കോളനികളിലേക്ക് അവർ കുടിയേറുകയും അവിടെ വൻതോതിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കൊളോണിയൽ ബാങ്കുകൾക്ക് പോലും എത്താൻ കഴിയാതിരുന്ന ഗ്രാമീണ മേഖലകളിൽ ഇവർ വായ്പ നൽകി. ഈ പ്രദേശങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗ്ലോബൽ ട്രേഡുമായി ബന്ധിപ്പിച്ചു. ചെട്ടിയാർമാരെ സാധാരണയായി നഗരത്താഴ്വഴി ചെട്ടിയാർമാർ അല്ലെങ്കിൽ നടുക്കോട്ടെ ചെട്ടിയാർമാർ എന്നും വിളിക്കാറുണ്ട്. തമിഴ്നാട്ടിലെ പൂമ്പുഹാർ എന്ന പുരാതന തുറമുഖ നഗരത്തിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം. ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ കടൽക്ഷോഭത്തിൽ പൂമ്പുഹാർ നഗരം നശിച്ചപ്പോൾ ഇവർ ഉൾനാടുകളിലേക്ക് പലായനം ചെയ്തതെന്നാണ് ചരിത്രപരമായ രേഖകൾ പറയുന്നത്. പിന്നീട് ഇവർ പാണ്ഡ്യരാജ്യത്തിലെ ഒരു ഉൾപ്രദേശമായ ചെട്ടിനാട്ടിൽ സ്ഥിരതാമസമാക്കി. ആരംഭത്തിൽ ഉപ്പ് വ്യാപാരികളായിരുന്ന ഈ സമൂഹം പിന്നീട് വജ്രം, തുണിത്തരങ്ങൾ, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കച്ചവടത്തിലേക്ക് കടന്നു. പാണ്ഡ്യരുടെയും ചോളരുടെയും ഭരണകാലത്ത് ഇവരുടെ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ വിപുലമായി. സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് ഉയർന്ന സാമൂഹിക പദവിയുണ്ടായിരുന്നു. കച്ചവടത്തിലും പണമിടപാടുകളിലുമുള്ള അവരുടെ കഴിവും സത്യസന്ധതയും കാരണം സമൂഹത്തിൽ അവർക്ക് വലിയ ബഹുമാനം ലഭിച്ചിരുന്നു. ഇതൊരു വായ്പാദാതാക്കൾ എന്നതിലുപരി ഒരു ധനകാര്യ സ്ഥാപനമെന്ന രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. ചെട്ടിയാർമാരുടെ സാമ്പത്തിക വിജയം അവരുടെ അസാധാരണമായ സംഘടനാ പാടവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ ചെട്ടിയാർ കുടുംബത്തിനും സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇതിനെ സാധാരണയായി വിലാസം എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും ശാഖകൾ ഉണ്ടായിരുന്നു. ഈ ശാഖകൾ പ്രധാനമായും കുടുംബത്തിലെ അംഗങ്ങളോ വിശ്വസ്തരായ കാര്യസ്ഥന്മാരോ ആണ് നടത്തിയിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ചെട്ടിയാർ ആൺകുട്ടികളെ സാമ്പത്തിക ഇടപാടുകളിൽ പരിശീലിപ്പിച്ചിരുന്നു. 9 വയസ്സിൽ പോലും അവർക്ക് മനക്കണക്ക് കൂട്ടലുകളിലും ബുക്ക് കീപ്പിംഗിലും കർശനമായ പരിശീലനം നൽകിയിരുന്നു. കൗമാരം എത്തുമ്പോൾ ഈ കുട്ടികളെ വിവിധ ചെട്ടിയാർ സ്ഥാപനങ്ങളിൽ അപ്രന്റീസുകളായി അയക്കും. അവിടെ അവർക്ക് ഒരു നിശ്ചിത ശമ്പളം ലഭിച്ചിരുന്നു. ഈ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവർ സ്വന്തം കുടുംബ സ്ഥാപനത്തിൽ ചേരുന്നത്. ഈ രീതി ഓരോ തലമുറയ്ക്കും കച്ചവടത്തിലെ ഏറ്റവും പുതിയ രീതികൾ പഠിക്കാനും വിദേശ വിപണിയെക്കുറിച്ച് മനസ്സിലാക്കാനും അവസരം നൽകി. ചെട്ടിയാർമാർ തങ്ങളുടെ വ്യാപാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വാടക കെട്ടിടങ്ങളെ കിട്ടാങ്കി എന്ന് വിളിച്ചിരുന്നു. ഈ കിട്ടാങ്കികൾ അവരുടെ ഓഫീസും കാര്യസ്ഥന്മാരുടെ താമസ സ്ഥലവും ഒരുമിച്ചായിരുന്നു. ഒരു മേശയും ഒരു അലമാരയും മാത്രമുള്ള ലളിതമായ ഓഫീസുകളായിരുന്നു ഇവ. അവിടെ ഇരുന്ന് കാര്യസ്ഥന്മാർ കടലാസുകളിൽ കണക്കുകൾ എഴുതി സൂക്ഷിച്ചു. ചെട്ടിയാർമാരുടെ സാമ്പത്തിക ശൃംഖലയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു ഹുണ്ടി എന്ന വിനിമയ പത്രം. ഇതൊരു തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം സുരക്ഷിതമായും വേഗത്തിലും കൈമാറാൻ ഇത് സഹായിച്ചു. കറൻസി നോട്ടുകൾ വ്യാപകമാകുന്നതിന് മുൻപ് വലിയ തുകകൾ കൈമാറാൻ ഇത് ഏറെ സൗകര്യപ്രദമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ തങ്ങളുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചപ്പോൾ ചെട്ടിയാർമാർ ഒരു നിർണായക ശക്തിയായി മാറി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സ്വതന്ത്ര വ്യാപാര നയങ്ങൾ അവർക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കി. ബർമയിൽ ചെട്ടിയാർമാർ നെൽകൃഷിക്ക് ആവശ്യമായ പണം വായ്പ നൽകി. ബ്രിട്ടീഷ് ബാങ്കുകൾക്ക് ഈ മേഖലയെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ചെട്ടിയാർമാർ ഈ അവസരം മുതലെടുത്തു. ഉയർന്ന പലിശ നിരക്കിൽ വായ്പ നൽകുകയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഭൂമി ജപ്തി ചെയ്യുകയും ചെയ്തു. ഇത് കാലക്രമേണ ബർമയിലെ ആയിരക്കണക്കിന് ഏക്കർ നെൽവയലുകൾ ചെട്ടിയാർമാരുടെ കൈവശമെത്താൻ കാരണമായി. മലയയിലും സിംഗപ്പൂരിലും റബ്ബർ, ടിൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിന് ആവശ്യമായ മൂലധനം നൽകിയത് ചെട്ടിയാർമാരാണ്. ചൈനീസ് വ്യാപാരികൾക്ക് അവർ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ വരെ നൽകിയിരുന്നു. ചൈനീസ് ഓപ്പിയം വ്യാപാരത്തെ പോലും ഇവർ സാമ്പത്തികമായി പിന്തുണച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ശ്രീലങ്കയിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ചെട്ടിയാർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ബാങ്കുകൾ പിന്നീട് വന്നപ്പോൾ അവർ ആ ബാങ്കുകൾക്കും തദ്ദേശീയർക്കുമിടയിൽ ഒരു ഇടനിലക്കാരായി പ്രവർത്തിച്ചു. ചെട്ടിയാർമാരുടെ സാമ്പത്തിക വിജയം കേവലം കച്ചവട പാടവം കൊണ്ട് മാത്രമായിരുന്നില്ല. അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ അച്ചടക്കവും ഇതിന് കാരണമായി. അവരുടെ സമൂഹം പ്രധാനമായും 9 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട 9 വംശങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വംശവും അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്നു.
ഈ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ എന്നതിലുപരി വ്യാപാര ഇടപാടുകൾക്കുള്ള കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഇവിടെ വെച്ച് പലിശ നിരക്കുകൾ നിശ്ചയിക്കുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ സമ്പത്ത് സാമൂഹിക നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ ചെട്ടിയാർമാർ എന്നും മുൻപന്തിയിലായിരുന്നു. ക്ഷേത്രങ്ങൾ, വിദ്യാലയങ്ങൾ, സത്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിവ അവർ നിർമ്മിച്ചു. അവരുടെ പരോപകാര പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലെയും മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും സമൂഹങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ച പണം ഉപയോഗിച്ച് ചെട്ടിയാർമാർ അവരുടെ ജന്മദേശമായ ചെട്ടിനാട്ടിൽ വലിയ മാളികകൾ നിർമ്മിച്ചു. ആഡംബരപൂർണമായ ഈ വീടുകൾ അവരുടെ സമ്പത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകങ്ങളാണ്. ബർമ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഈ വീടുകൾ നിർമ്മിച്ചത്. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം ചെട്ടിയാർ ബാങ്കിംഗ് സംവിധാനത്തിന് വലിയ തിരിച്ചടിയായി. ബർമ, മലയ തുടങ്ങിയ രാജ്യങ്ങളിലെ ദേശീയവൽക്കരണ നയങ്ങളും കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളും കാരണം പല ചെട്ടിയാർമാർക്കും തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ ഈ തിരിച്ചടികളിലും അവർ അതിജീവിച്ചു. മടങ്ങിയെത്തിയ പലരും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തങ്ങളുടെ ബിസിനസ് രീതികൾ മാറ്റിയെടുത്തു. പരമ്പരാഗത പണമിടപാടിൽ നിന്ന് ആധുനിക വ്യവസായങ്ങളിലേക്കും ബാങ്കിങ്ങിലേക്കും അവർ ശ്രദ്ധ തിരിച്ചു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ സ്ഥാപനത്തിൽ ചെട്ടിയാർമാരുടെ പങ്ക് വളരെ വലുതാണ്. കൂടാതെ മുരുകപ്പ ഗ്രൂപ്പ് പോലുള്ള വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സ്ഥാപകരും ചെട്ടിയാർമാരാണ്. ചെട്ടിയാർ ബാങ്കിംഗ് പാരമ്പര്യം ഒരു സമൂഹത്തിന്റെ കച്ചവട വൈഭവത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. സാമ്പത്തിക അച്ചടക്കം, കച്ചവടത്തിലെ സത്യസന്ധത, അപകട സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം, കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് എന്നിവ ഈ സമൂഹത്തിന്റെ വിജയത്തിന് പ്രധാന കാരണങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും അവരുടെ ബാങ്കിംഗ് സംവിധാനത്തെ പഠനവിധേയമാക്കുകയും ഒരു പ്രത്യേക നിയന്ത്രണവുമില്ലാതെ എങ്ങനെ ഒരു സാമ്പത്തിക സംവിധാനം സുഗമമായി പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഴയകാലത്തെ ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ചരിത്രത്തിൽ ചെട്ടിയാർമാരുടെ സാമ്പത്തിക സംഭാവനകൾ ഒരു നിർണായക അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.